സുന്ദരപാണ്ഡിപുരത്ത് നിന്ന് വണ്ടി തിരിച്ച് എൻ്റെ അടുത്ത ഡെസ്റ്റിനേഷനാണ് കുട്രാളം വാട്ടർഫാൾസ്. അവിടെ നിന്ന് 16 കിലോമീറ്റർ ഉണ്ടായിരുന്നുള്ളൂ. ഞാൻ അവിടെ നിന്നൊക്കെ ഇറങ്ങി. ഇവിടെ ഭയങ്കര മഴയാണ്, ഭയങ്കര മഴ. ഞാനിപ്പോൾ നിൽക്കുന്നത് കുട്രാളം വാട്ടർഫാൾസിൻ്റെ അവിടെയാണ്. ഇവിടെ പാർക്കിംഗ് ഫീസ് ഇല്ല, എൻട്രി ഫീസ് ഇല്ല, കയറ്റി വിടും, എല്ലാം ഉണ്ട്. പക്ഷേ മഴ ഭയങ്കര മഴയാണ്. ഞാനിപ്പം അങ്ങോട്ട് പോകുന്നത്, അതിൻ്റെ ഫ്രണ്ടിലാണ് നിൽക്കുന്നത്. ഞാനിപ്പോൾ അങ്ങോട്ട് ഞാനവിടെ ചെന്നപ്പോൾ വെള്ളച്ചാട്ടം ഇങ്ങനെ മാത്രമേ കാണാൻ പറ്റത്തുള്ളൂ. ഇവിടെ നിന്ന് നമുക്ക് അകത്തോട്ടൊന്നും കയറാൻ പറ്റില്ല, വെള്ളച്ചാട്ടത്തിന് താഴെ ഒന്നും നിൽക്കാൻ പറ്റത്തില്ല. ഇവിടെ അങ്ങോട്ട് കയറ്റി വിടുന്നില്ല, കാരണം വെള്ളം കൂടുതലായതുകൊണ്ട് ഭയങ്കര അപകട സാധ്യത കൂടുതലാണെന്നാണ് പറയുന്നത്. അപ്പം ജസ്റ്റ് ദൂരെ നിന്ന് നമുക്ക് കാണാനേ പറ്റത്തുള്ളൂ, അല്ലാതെ വേറെ ഒന്നും ഇല്ല. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഇവിടെ അടുത്ത് ഗുണ്ടാരു ഡാം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു സ്ഥലമുണ്ട്, കാണാനൊക്കെ കൊള്ളാന്നുള്ള സെറ്റ് സ്ഥലം എന്നാണ് പറഞ്ഞത്, കേട്ടിട്ടുള്ളത്. ഞാൻ നേരത്തെ കേട്ടിട്ടുണ്ട് ഇതിനെപ്പറ്റി, ഇനി ഞാൻ പോയിട്ടില്ല ഇതുവരെ. നമുക്ക് ആ ഡാമിലുണ്ട്, അവിടെ വിട്ടൊന്ന് പോയി നോക്കാൻ കഴിയും. അവിടെ നിന്ന് തിരിച്ചിറങ്ങിയപ്പോഴാണ് ഞാൻ ഇവനെ കണ്ടത്. ഞാൻ ആദ്യമായിട്ടാണ് ഗൈസ് ഇവനെ കാണുന്നത്. അങ്ങനെ ഞാൻ പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ച് ഗുണ്ടാരു ഡാമിന്റെ ഫ്രണ്ടിലെത്തി. അവിടെ നിന്ന് കയറണമെങ്കിൽ 10 രൂപ കൊടുക്കണം, ബൈക്കിന് 10 രൂപ. കാരണം എത്ര രൂപയെന്ന് അറിയത്തില്ല, വേറെ ഫീസൊന്നും ഇല്ലെന്നാണ് പറഞ്ഞത്, അറിയത്തില്ല. ഇനി എന്തായിരുന്നാലും നോക്കാം. അങ്ങനെ ഞാൻ ഇവിടെ വന്നപ്പോൾ ഒരു ചെറിയൊരു കടയുണ്ട്, അപ്പൊ ഈ കടയിലോട്ടൊന്ന് കയറാന്ന് വിചാരിച്ചു. ലൈവ് ഇപ്പഴും പൊരിച്ചു തരുവോ? ഇത് എവിടെ, എന്ത് മീനാണിത്? ആറ്റിന്ന് പിടിക്കുന്നത്, ഇവിടെ നിന്ന് പിടിക്കുന്നത്? ഡാമിലെ മീനാണ്. എത്ര രൂപയാണ്? ആ 80. ഇപ്പൊ ലൈവായിട്ട് പൊരിച്ചു തരുമല്ലേ? എനിക്കതാണോ ഏറ്റവും നല്ലത്? ഏതാണ് എന്റെ? അപ്പൊ അത് പൊരിച്ചു. നമ്മള് നേരത്തെ പറഞ്ഞ മീന് ലൈവായിട്ട് പൊരിച്ച് കിട്ടിയിട്ടുണ്ട്. വായിന്നൊക്കെ വെള്ളം. നല്ല ടേസ്റ്റ് ഉണ്ട്. ഞാൻ അപ്പം കഴിച്ചിട്ട് വരാം. ഇവിടെ നിന്ന് ഇനി 2 കിലോമീറ്റർ നടന്നു വേണം നമ്മൾ ഡാമിന്റെ അവിടെ എത്താനെന്നാണ് താഴെ ചോദിച്ചപ്പോൾ പറഞ്ഞത്. ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ. കുറച്ചുകൂടെ മുകളിലെത്തിയപ്പം ഒരു ഗേറ്റ് ക്ലോസ്ഡ് ആയിരുന്നു, പക്ഷെ അതിന്റെ സൈഡിൽ കൂടെയാണ് ആൾക്കാർ പോകുന്നത്. ഞാനും ആ സൈഡിൽ കൂടെ തന്നെ പോയി. കുറെ ദൂരം ഉണ്ട് കേട്ടോ, ഇനിയും ഉണ്ട് 1 കിലോമീറ്റർ നടക്കാൻ. മുകളിലോട്ട് പോകുന്ന വഴി കണ്ട ഒരു കാഴ്ചയാണ് ഒരു ആലിന്റെ നടുക്കൊരു കുരിശ്, 2 കല്ലറ. ഇതാർക്കെങ്കിലും എന്തെങ്കിലും അറിയാമെങ്കിൽ ഒന്ന് പറഞ്ഞു തരണം കേട്ടോ. ഈ ഒരു വെള്ളച്ചാട്ടം കടന്നു വേണം നമ്മൾ ഇവിടെ നിന്ന് വരാൻ. ആൾക്കാരൊക്കെ ഇറങ്ങി കുളിക്കുന്നുണ്ട്. കൊള്ളാം, വളരെ വ്യത്യസ്തമായ ഒരു എക്സ്പീരിയൻസ് ആണ്. 2ാമത്തെ ക്രോസിംഗ് ആണിത്. അയ്യോ, ആ ക്രോസ് കഴിഞ്ഞ് ഞങ്ങൾ നേരെ കണ്ടത് ഒരു വെള്ളച്ചാട്ടമാണ്. അവിടെ കുറച്ച് ആൾക്കാർ നിന്ന് കുളിക്കുന്നു. പക്ഷെ ഞങ്ങൾ ഇതുവരെയും ഡാം കണ്ടില്ല. നമ്മൾ ഇവിടെ എത്തിയപ്പോൾ നമ്മൾ കണ്ടത് ഡാം അല്ല കണ്ടത്, കുറച്ച് വെള്ളച്ചാട്ടം മാത്രമേ കണ്ടുള്ളൂ. ഡാം എവിടെയെന്ന് എനിക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല. ഡാം എവിടെയാണ് ആരും ചോദിച്ചിട്ടും അവരാരും പറയണമില്ല. ഡാം മുകളിലാണെന്ന് പറയണത്. മുകളിൽ ഇതേപോലെ ഒരു വാട്ടർഫാൾസ് ഉണ്ടെന്ന് പറയണം. പ്രോപ്പറായിട്ട് താഴെ നിന്ന് ചോദിച്ചിട്ട് വന്നാൽ മതിയായിരുന്നു. എന്തായിരുന്നാലും ഞാനിപ്പോൾ താഴോട്ട് പോവുകയാണ്. എന്നിട്ട് എന്താന്ന് വെച്ചാൽ നോക്കാം. നമുക്കൊരു ഗൈഡ് കിട്ടി. സീനാണ്, ഫിറ്റാണെന്ന് തോന്നണേ. ഡാം ഉണ്ടോന്ന് കേട്ടത് മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ ഗൈസ്, വേറെ ഒന്നും എനിക്ക് ഓർമ്മയില്ല. 8 കിലോമീറ്റർ റോഡ്. ഡാം ഇവിടെ ഇല്ല. നോ ഡാം. ഓക്കെ. എവിടെ ഇങ്ങോട്ട് കയറി. അതിന്റെ അടുത്ത് വേറെ പാലം ഉണ്ടല്ലേ? കാണാൻ പറ്റുമല്ലേ വെള്ളം വരുന്നത്? ഫോട്ടോ എടുക്കാൻ പറ്റും. ഓക്കെ, ശരി. പുനലൂരാ? പിന്നെ എന്ത് ഇവിടെ? ചെങ്കോട്ടെ ഇവിടെ വരും. ഓക്കെ, ശരി. ആ കഴിച്ചു. നമ്മള് കഴിച്ചിട്ടാ വന്നത് അവിടെ താഴെ നിന്ന്.
പൈനാപ്പിൾ എടുത്ത് കഴിച്ചിട്ട് പോകും. അത് തന്നെ. ഗൂഗിൾ പൈസ ഒന്നും വേണ്ട. പൈസ അങ്ങനെ പൈസ ഉണ്ടല്ലോ. കഴിച്ചിട്ട് പോകളെ. സന്തോഷം കൊണ്ടല്ലേ കഴിക്കേ. ഞാൻ മാതിരി എനിക്ക് പേരം പറ്റിയുണ്ട്. ഇവിടെയാ പൊടി പൈസ ഇല്ല, ഞാൻ അക്കൗണ്ടില്ല, പൈസ ഇருக்கு അതാ. ഈ ഒരെണ്ണം മതി പോതും. എന്റെ ഒരു പേരനും പേത്തി ആന്ധ്രയിലാ. ആന്ധ്രയിലെ അവർക്കും വല്ലതും ഞാൻ കൊടുക്കുന്ന പുണ്യം എന്റെ പേരം പേത്തിയും കിട്ടും. സാപ്പിട്ടിട്ട് പോകും. ഞാൻ ഇനി പോവാൻ ഞാൻ നമ്മുടെ മലയാളികൾ ഗൂഗിൾ പേ നമ്പർ ആർക്കാവത് ഇരിക്കാ എന്താ അക്കൗണ്ടില്? ഓ എനിക്ക് എന്റെ പേരം പേത്തിയായിട്ടും എന്റെ മകനും അവർ ആന്ധ്ര അന്യ സ്ഥലത്ത് കിടക്കുന്ന വേലയ്ക്ക് നമ്മൾ ചെയ്യുന്ന പുണ്യം നമ്മുടെ മക്കൾക്ക് കിട്ടും. തങ്കം തങ്കം പോയിട്ട് പോയേ. ഏതുവരെ കാണും ഇനി? നാളെ പോയിട്ട് ഞാൻ കാണാം. നാളെ കഴിയാൻ നിൽക്കുന്നു. 2 ദിവസം കാണുമല്ലേ? 2 ദിവസം ഒരിക്കൽ എന്താണെങ്കിലും ഞാൻ 2 ദിവസം ഒരു ദിവസം ഞാൻ ഇവിടെ വരും. കേട്ടല്ലേ? ഉറപ്പായിട്ട് വരും. അതിലെ എന്റെ പേര് ബിജിൻ. ഡാം കണ്ടില്ല എന്ന വിഷമത്തിൽ ഇറങ്ങിയെങ്കിലും കുറച്ച് നല്ല മനുഷ്യരെ എനിക്ക് കാണാൻ പറ്റി. അപ്പൊ നമ്മളങ്ങനെ താഴെ വന്നു. പക്ഷെ നമുക്ക് ഡാമിന്റെ അടുത്ത് പോകാൻ പറ്റത്തില്ല. ഡാമിന്റെ അടുത്ത് പോകാൻ ഭയങ്കര സീനാണ്. കാരണം എന്ന് പറഞ്ഞാൽ അവിടെ 2 പേര് മുങ്ങി മരിച്ചു. ഇപ്പൊ ഫുള്ള് പോലീസ് പ്രൊട്ടക്ഷൻ ആണ് അവിടെ. പോകണമെങ്കിൽ രാവിലെ 7 മണിക്ക് മുമ്പേ വരണമെന്നായി. എന്തായാലും ഇനി നമ്മൾ റിസ്ക് എടുക്കാൻ പറ്റൂല. ഇപ്പം തന്നെ സമയം 5 മണിയായി. നമുക്കിപ്പം പോകാൻ പറ്റത്തില്ല. നമ്മുടെ പോലീസിന്റെ പ്രൊട്ടക്ഷനിലാണ് ഡാമിനകത്തോട്ട് ആരെയും കയറ്റി വിടത്തില്ല. ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ വെള്ളം മഴ അങ്ങനെ ആയതുകൊണ്ട്. രണ്ടാമത്തെ കാര്യം 2 പേര് മരിച്ചു. അപ്പം എന്തായിരുന്നാലും ഇനി ഒരു 2 ദിവസം കഴിഞ്ഞിട്ട് എന്തായിരുന്നാലും ഇവിടെ വരണമല്ലോ ഗൈസ്. അപ്പം അന്ന് പറ്റുമെങ്കിൽ ഞാനവിടെ പോയി വീഡിയോ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പം ആ കാര്യം പറഞ്ഞോണ്ട് ഞാൻ ഈ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡ് അപ്പ് ചെയ്യാണ് ഗൈസ്. നിങ്ങളെല്ലാവരും എൻ്റെ ഈ ചെറിയ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ ഗൈസ്, ബൈ.